ഇസ്ലാമികമായ ഒരു ഫാമിലി നന്നാകുക എന്ന് പറഞ്ഞാൽ ആ വീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സാന്നിധ്യം ഉണ്ടാവുക. നബി തങ്ങളെക്കുറിച്ച് പറയുക, നബി തങ്ങളെക്കുറിച്ച് കേൾക്കുക. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കാക്കി മാറ്റുക. നബി തങ്ങൾ ഒരു ഭക്ഷണത്തിനും കുറ്റം പറയാറുണ്ടായിരുന്നില്ല. ഇനിസ്തഹാഹു അക്കലഹു ഫഇല്ലം തസ്തഹി തറക്കഹു. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കണ്ടെന്ന് വെക്കും. അള്ളാഹിൻ്റെ റസൂല് ഒരു ഭക്ഷണത്തിനും കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഭാര്യമാരെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചോദിച്ചു, ഇവിടെ എന്താ ഭക്ഷണം ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ ഉണങ്ങിയ റൊട്ടിയാണുള്ളത് എന്ന് പറഞ്ഞു. ഉണങ്ങിയ റൊട്ടിയാണുള്ളത് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി നല്ല ഭക്ഷണമാണ് കൊണ്ടുവരികയെന്ന് പറഞ്ഞു. ഇതിലേക്ക് എന്തെങ്കിലും കൂട്ടാണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഇവിടെ സുർക്ക മാത്രമാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാകുന്നു എന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യരുത് വെച്ചാൽ ഈ സംഭവത്തിൻ്റെ പകുതി എടുത്തുകൊണ്ട് രാവിലെ ഉച്ചക്കും വൈകുന്നേരം സുർക്ക കുടിക്കരുത്. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. സുർക്ക നല്ല കൂട്ടാനാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞാണ്ട് പെണ്ണുങ്ങളൊക്കെ സുർക്ക ഇങ്ങനെ കുടിക്കാം, അച്ചാർ ഇങ്ങനെ തോണ്ടി തിന്നുക, സുർക്ക നല്ല കൂട്ടാനാന്ന് പറഞ്ഞില്ലേന്ന്. അതെപ്പോഴാണ് പറഞ്ഞത്? വേറൊന്നും ഇല്ലാത്തപ്പോഴാണ് പറഞ്ഞത്. മനസ്സിലായോ എന്നറിയില്ല നിങ്ങൾക്ക്? വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റൊട്ടിയാണുള്ളതെന്ന് പറഞ്ഞു. കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? സുർക്കയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? വേറെ ഒന്നും ഇല്ലെങ്കിൽ സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ സുർക്ക സ്റ്റോക്ക് വേണം എന്ന് കിട്ടും. വീട്ടിൽ സുർക്ക എന്ന് പറഞ്ഞാൽ അച്ചാറൊക്കെ ഇപ്പെടും സുർക്കയിലിട്ടത്. അതെപ്പോഴും സ്റ്റോക്ക് വേണം. എന്തിനാണ്? വേറെ ഒന്നും ഇല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം 3 നേരം സുർക്ക കൂട്ടിയിട്ട് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവസാനം വെള്ളപോക്ക് ഉണ്ടായിങ്ങാണ്ട് പിന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി പറയാൻ നിൽക്കരുത്. അത് നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെ ഇടയിൽ നിന്ന് പോയി. അതെന്താ സംഭവിച്ചാൽ ആ ഹദീസ് ഇങ്ങനെയാണ്: ഹബ്ബത്തു സൗദാഇ ഷിഫാഉ മിൻ കുല്ലി ദാ. കരിഞ്ചീരകം എല്ലാ രോഗത്തിനും ഷിഫയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇപ്പോൾ ഉംറ വിസക്കിലും പോയവരേക്കല്ല ഇപ്പോൾ ഇരിക്കണവരൊക്കെ, അല്ലെങ്കിൽ വിസിറ്റിന് എന്തായാലും പോയിട്ടുണ്ടാവുമല്ലോ. അതിലുണ്ടോ നോക്കുകയാണെങ്കിൽ നിഅമൽ അങ്ങനെയല്ല, ഹബ്ബത്തു സൗദാഇ കരിഞ്ചീരകം, ഷിഫാഉൻ ശമനമാകുന്നു, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തിനെ തൊട്ടും. അതിലെവിടെ തിന്നാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്താ? ചിലപ്പോൾ മൂക്ക് കൂടി വലിക്കലിക്കണം. അത് ഓരോ ദണ്ണത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ജലദോഷമാണെങ്കിൽ കരിഞ്ചീരകം തിന്നണ്ട. എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയ തുണിയിൽ കെട്ടുക, ചെറിയ നേഴ്സ് തുണി കെട്ടിയിട്ട് അങ്ങനെ കൂട്ടി പിടിച്ചങ്ങാണ്ട് മേലെ റബ്ബർ ഇടുക. അപ്പോൾ ഒരു ഉണ്ട കിട്ടും. ആ ഉണ്ട അങ്ങനെ കൈൻ്റെ അടിയിൽ വരത്തിയിട്ട് രണ്ട് മുക്കിന് വലിച്ചാൽ മതി. തിന്നേണ്ട ആവശ്യമൊന്നുമില്ല അതിന്. അപ്പോൾ എല്ലാ മരുന്നാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഷിഫയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, തിന്നാൻ പറഞ്ഞിട്ടില്ല. ചിലതിന് തിന്നേണ്ടി വരും, ചിലതിന് തിന്നേണ്ടി വരില്ല. ഓൽമെൻറ്റ് ഇപ്പോൾ നമ്മൾ തിന്നലുണ്ടോ? മരുന്നാണല്ലോ. ഓസി കിട്ടിയാലും ഓൽമെൻറ്റും തിന്നൊന്നും പറയാണ്. തിന്നൊന്നുമില്ല. ഓൽമെൻറ്റ് മരുന്നാണ്, പക്ഷെ നമ്മൾ തിന്നില്ല. അപ്പോൾ എല്ലാ മരുന്നും തിന്നാനുള്ളതല്ല. അപ്പോൾ എന്തൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ഈ വിവരം അറിയുന്ന ഒരാൾ ഈ ഹദീസ് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ വിവരം അതാണ് ഞാൻ പറഞ്ഞത്. എത്ര പഠിച്ചാലും തീരാത്ത ഒരു വിഷയം മാത്രമേ അള്ളാഹിൻ്റെ ദുനിയാവിലുള്ളൂ. മുഹമ്മദ് നബി എന്നതാണ് ആ വിഷയത്തിൻ്റെ പേര്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠനം തുടങ്ങേണ്ടതും അവിടെ നിന്നാണ്, പഠനം തുടരേണ്ടതും അവിടെ തന്നെയാണ്. അവസാനിക്കൂല. തുടങ്ങേണ്ടതും അവിടെയാണ്, തുടരേണ്ടതും അവിടെ തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ അത് പഠിപ്പിക്കണം. ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കണം. വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ ആക്കി തീർക്കണം. കുടുംബജീവിതം നന്നാവാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മക്കൾ നന്നാവാൻ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ്. കുടുംബജീവിതം നന്നാവാൻ 2 കാര്യങ്ങൾ: 1 ആണുങ്ങളെ വർത്താനം നേരാകുക, 2 സ്ത്രീകളുടെ പെരുമാറ്റം നേരാകുക. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ പെണ്ണെട്ടാൻ പറഞ്ഞൊരു ആയത്തുണ്ട് സൂറത്തുർ റൂമിൽ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. നിങ്ങൾ കല്യാണം കഴിക്കണം സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അള്ളാഹു നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് റഹ്മത്ത് എന്നീ 2 ഗുണങ്ങളെ വെച്ചിരിക്കുന്നു. മവദ്ദത്ത് റഹ്മത്ത്, ഈ 2 കാര്യങ്ങൾ ഉണ്ടായാൽ കുടുംബജീവിതം സന്തോഷമാവും. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നർത്ഥം പറയാം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യം എന്നർത്ഥം പറയാം. ഏത് അറബി വാക്കിനും മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ കറക്റ്റ് അർത്ഥം കിട്ടൂല. അത് പരിഭാഷക്കുള്ളൊരു പരിമിതിയാണ്. അത് ഏത് ഭാഷക്കും ഉണ്ടാവും. അപ്പോൾ റബ എന്നുള്ളതിന് തച്ചൂന്നും പേറിയെന്നും അടിച്ചു എന്നൊക്കെ അർത്ഥം വെക്കാം മലയാളത്തിൽ. എന്നാലും തച്ചു എന്ന് പറഞ്ഞാലും പേറി എന്ന് പറഞ്ഞാലും അടിച്ചു എന്ന് പറഞ്ഞാലും ഒന്നല്ലല്ലോ, സാധനം വ്യത്യാസമുണ്ട്. ഇത് ഭാഷാന്തരം വരുത്തുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. തൽക്കാലം ഇങ്ങനെ വെക്കാനേ നിർവാഹമുള്ളൂ. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, റഹ്മത്ത് പറഞ്ഞാൽ വാത്സല്യം. ഇത് 2 ഉണ്ടായാൽ കുടുംബജീവിതം നേരാവും. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് സംസാരത്തിലൂടെ പ്രകടമാകുന്നതാണ്. സ്നേഹത്തിൻ്റെ വർത്താനത്തിലൂടെയാണ് സ്നേഹം മനസ്സിലാകുക. വാത്സല്യം എന്നത് പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നതാണ്. എനിക്കെന്നോട് ഭയങ്കര വാത്സല്യമാണ് എന്ന് പറയില്ല, പിന്നെന്താ പറയുക? എനിക്കെന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നാ പറയുക. വാത്സല്യം പെരുമാറ്റത്തിൽ നിന്നേ മനസ്സിലാവുള്ളൂ, സ്നേഹം വർത്താനത്തിൽ നിന്നാണ് മനസ്സിലാകുക. അപ്പോൾ 1 വർത്താനാണ്, 2ാമത്തത് പെരുമാറ്റമാണ്. സംസാര സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ളത് പുരുഷനാണെന്നാണ്. അതുകൊണ്ടാണ് ആണുങ്ങളെ വർത്താനം നേരാകുക എന്ന് പറയാൻ കാരണം. ആണുങ്ങളെ വർത്താനാണ് നേരാവേണ്ടത്.
സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റമാണ് നേരാവേണ്ടത്. നമ്മൾ ഒരു പെണ്ണും ഒരാണും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എന്ന് വിചാരിക്കാം. ഓരിങ്ങനെ വന്നിട്ട് കുറേ കണവണ വർത്താനൊക്കെ പറയും. അവസാനം ഒരു ചോദ്യം ചോദിക്കാം, ഈ നമ്രൂദ്, പുതിയാപ്പളുടെ പേര്, ഈ നമ്രൂദും പിന്നെ ഇജ്ജും കൂടിയും കുറേ കാലമായല്ലോ ഒരുമിച്ച് ജീവിക്കൽ തുടങ്ങിയിട്ട്, ഈ കാലത്തിനിടയിൽ അനക്ക് ഈ പുതിയാപ്പളുടെ അടുത്തുനിന്ന് ഉണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ എന്താണ് എന്ന് പറയാം ഭാര്യയോട് പറയാം. മനസ്സിലായോ എന്നറിയില്ല. ഒരു പുതിയ, ഇത് സാങ്കല്പികമാണ്, ഒരു പുതിയാപ്പളിയും തമ്മിൽ തെറ്റി. അപ്പോൾ എന്നാലും ഒരു കുറേ കാര്യങ്ങൾ പറയും. എന്താ വെച്ചാൽ മനുഷ്യൻ തെറ്റിയത് എന്തിനാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ മറക്കുന്നതാണ്. തെറ്റിയ കാരണം എന്തെങ്കിലും നിസ്സാരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ മറക്കും, പിന്നെ വേറെ എന്തെങ്കിലും. അങ്ങനെയല്ലോ, രണ്ടാൾക്കാർ തമ്മിൽ തെറ്റിയാൽ കുറച്ച് കഴിഞ്ഞാൽ പറയും, അല്ലെങ്കിൽ എനിക്ക് ഓൻ ആദ്യം തന്നെ അറിയാം, ഓൻ പണ്ടെന്നെ അങ്ങനെയായിരുന്നു എന്നറിയും. പണ്ടെന്നെ അങ്ങനെ ആയതാണ് തെറ്റിയതിൻ്റെ കാരണമെങ്കിൽ പണ്ടെന്നെ തെറ്റേണ്ടതായിരുന്നല്ലോ. അപ്പോൾ കാരണം അതല്ലാന്ന് മനസ്സിലായില്ലേ? വേറെയാണ് കാരണം. തെറ്റിയ കാരണം ഓർമ്മ ഉണ്ടാവില്ല എന്നാണ്. പിന്നെ വേറെ എന്തെങ്കിലുമാണ് പറയാം. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറേ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം പെണ്ണിനോട് ചോദിക്കുക, ഈ പുതിയാപ്പള ഹാഷിം, ഈ ഹാഷിമും ഇയും കൂടി 25 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ ജീവിതത്തിനിടയിലുണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു രംഗം ഏതാണെന്ന് പറയും. പർട്ടിക്കുലറായിട്ട് പറയണം, മൊത്തത്തിൽ പറയരുത് എന്ന് പറഞ്ഞാൽ ഓളിങ്ങനെ ആലോചിച്ചിട്ട് പറയാം, ഇയാളുടെ എന്തെങ്കിലും ഒരു വർത്താനത്തെക്കുറിച്ചായിരിക്കും പറയാം. ഞാൻ ഒന്നാമത്തെ കുട്ടീനെ പ്രസവിച്ച് കിടക്കുമ്പോൾ മുമ്പ് ആദ്യമായിട്ടാണ് വന്നേക്കിന് പറഞ്ഞൊരു വർത്താനുണ്ട്. അതൊരു ഭയങ്കര എൻ്റെ മനസ്സിൽ നിന്നാണ് പോണില്ല എന്ന് പറയും. വർത്താനാണ് പറയാം. നേരെ തിരിച്ച് പുതിയാപ്പനോട് ചോദിക്കുക, ഈ മറിയമ്മൂൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് 35 കൊല്ലമല്ലോ, ഈ 35 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അനക്കുണ്ടായ ഏറ്റവും സന്തോഷകരമായ ഒരു രംഗം ഏതാണെന്ന് പറയാൻ പറഞ്ഞാൽ മുമ്പ് കുറേ നേരം ആലോചിച്ചിട്ട് പറയും, ഞാൻ വൈകുന്നേരത്ത് പീടി അടച്ച് വരുമ്പോൾ കുഴി ചാടിയിട്ട് കാലുളുക്കി, അങ്ങനെ പെരയിൽ വന്നേക്കിന് ഓള് ദേശം മുട്ടിക്കുളങ്ങര എണ്ണയിൽ ഉപ്പിട്ടുങ്ങാണ്ട് വളക്കത്ത് കാണിച്ച് ചൂടാക്കിയിട്ട് അതിങ്ങനെ എൻ്റെ കാലുമൊന്ന് തേച്ചെന്ന ഒരു രംഗമുണ്ട്. അത് മനസ്സിൽ നിന്നാണ്ട് പോണില്ല എന്ന് പറയും ഇപ്പം. അപ്പം ഇതിനാണ് പെണ്ണുങ്ങളുടെ സമീപനം അല്ലെങ്കിൽ പെരുമാറ്റം, ആണുങ്ങളുടെ വർത്താനം, ട്രീറ്റ്മെൻറ്റ്. ഇത് രണ്ടും നേരായാൽ കുടുംബജീവിതം ഉഷാറായി. സിമ്പിൾ ടെക്നിക്കാണ്, വേറെ ഒന്നുമില്ല. അത് നേരായാൽ മതി. ആണുങ്ങളെ വർത്താനം നേരാകുക,